വിശദമായ വാർത്തകളിലേക്ക്. ഇതര സംസ്ഥാന തൊഴിലാളി ഏലത്തോട്ടത്തിൽ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. തിങ്കളാഴ്ച രാത്രിയിലാണ് വണ്ടൻമേട് ചിറ്റാമ്പാറയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിൽ വെടിവെപ്പ് ഉണ്ടായത്. ജാർഖണ്ഡ് സ്വദേശി മനോജ് മുർമു 20 കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ തോട്ടമുടമ കോട്ടയം വാഴൂർ വടക്കൽ ജോർജ് മാത്യു, സഹായി കാഞ്ചിയാർ പാറപ്പുറത്ത് അനൂപ് എന്നിവരെ വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്തു. അണക്കര ചിറ്റാമ്പാറയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ അന്തർ സംസ്ഥാന തൊഴിലാളിയെ കണ്ടെത്തുകയായിരുന്നു. ജാർഖണ്ഡ് സ്വദേശി മനോജ് മുർമു 20 മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട സ്വകാര്യ ഏലത്തോട്ടമുടമ കോട്ടയം വാഴൂർ വടക്കൽ ജോർജ് മാത്യു 51, എസ്റ്റേറ്റ് സൂപ്പർവൈസർ കാഞ്ചിയാർ പാറപ്പുറത്ത് അനൂപ് 40 എന്നിവരെ വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർ ഉപയോഗിച്ച തൂക്കും പോലീസ് കണ്ടെടുത്തു. ഏലത്തോട്ടത്തിൽ രാത്രി മോഷണം പതിവായതോടെ ജോർജും അനൂപും കാവലിരിക്കുകയായിരുന്നു എന്ന് പറയുന്നു. ഈ സമയം ഏലക്കാട്ടിൽ അതിക്രമിച്ചു കയറിയ 3 പേരടങ്ങുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുമായി ഇവർ വാക്കേറ്റം ഉണ്ടാകുകയും തുടർന്ന് വെടിവെക്കുകയുമായിരുന്നുവെന്നാണ് പറയുന്നത്. എന്നാൽ ആരാണ് വെടിവെച്ചതെന്ന് ഉറപ്പുവരുത്താനായിട്ടില്ല. വണ്ടൻമേട് സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. മരിച്ചയാളുടെ മൃതദേഹം കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. രക്ഷപ്പെട്ട സംഘത്തിലെ മറ്റു 2 പേർക്കായി പോലീസ് തെരച്ചിൽ നടത്തുന്നു. സംഭവസ്ഥലത്ത് കട്ടപ്പന ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘവും ഇടുക്കി ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. പ്രതികൾ രാത്രി കാവലിരുന്ന സ്ഥലത്ത് തീ കത്തിച്ചതിന്റെ അടയാളങ്ങൾ പോലീസ് കണ്ടെത്തി. സംഭവത്തിൽ കസ്റ്റഡിയിലായവർ പറയുന്ന കാര്യങ്ങൾ പോലീസ് ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. രാത്രി വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതിനിടെ സംഭവിച്ച കൈപ്പിഴയാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തോക്കിന് ലൈസൻസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് തോക്ക് പോലീസിൽ സറണ്ടർ ചെയ്യാത്തത് സംബന്ധിച്ച വ്യക്തമായ മറുപടിയില്ലാത്തതിൽ ദുരൂഹത ഏറെയാണ്. വിവരങ്ങൾ ഒളിവിലായവരെ കസ്റ്റഡിയിൽ എടുത്താലേ അറിയാൻ കഴിയൂവെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്.